ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മാർഗ്രറ്റ്. ഈ പ്രാവശ്യം ഓഫ്ലൈൻ ബൈബിൾ റീഡിങ്ങിനായിരുന്നു ഞാൻ പേര് കൊടുത്തിരുന്നത്. ഈശോ ഇടപെട്ട് അതെനിക്ക് പല സ്ലോട്ടുകളായിട്ട് ഓൺലൈനായിട്ടും വായിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഒപ്പം പരിശുദ്ധ തൃത്വത്തിനും നന്ദി പറയുന്നു. ഇന്ന് രാവിലെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ലോട്ട് വായിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റീഡർ വരുന്നവരെ വായിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എനിക്കത് ആ സ്ലോട്ട് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ സാധിച്ചു. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ പേര് ഇതിൽ റീഡിങ്ങിന് കൊടുത്തിരുന്നു. ഞാൻ അവരെയും കൂടി ആ സ്ലോട്ടിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. പക്ഷേ അവരൊന്നും ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവെ, അവരെ ഒന്ന് തോന്നിച്ചിട്ട് അവർ ഇവിടെ വന്നിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ഭാഗം ഒന്ന് വായിക്കാൻ കൊടുക്കായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അവർ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് അവരെ പോയി വിളിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ എനിക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ചു, ഞാൻ വിളിക്കാത്തതാണോ നീ പോയി വിളിക്കാൻ നിൽക്കണേന്ന്. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്രയത്നം അവിടെ അവസാനിപ്പിച്ച് ബൈബിൾ വായനയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് യോഹന്നാൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് വായിക്കാൻ ലഭിച്ച ഭാഗങ്ങളെല്ലാം ഇന്നലെ അടക്കം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈശോ എൻ്റെ ഓരോ നിമിഷങ്ങളും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് തന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അടുത്ത കാര്യം പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ മോള് ആദ്യമായിട്ടാണ് ഇത്രയും സമയം ബൈബിളെല്ലാം വായിക്കുന്നത്. അവൾ കൊച്ചു ലൈൻസ് മാത്രമേ വായിക്കാറുള്ളൂ. ഇത്രയധികം ഈ ബൈബിൾ മാരത്തണിലൂടെ വായിക്കാൻ അവളെ സഹായിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നു.